ദീപാരാധന ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ആ ശ്രീകോവിലിന്റെ നട തുറന്ന് അയ്യനെ കാണാനുള്ള കാത്തിരിപ്പാണല്ലേ? തീർച്ചയായിട്ടും ഇനി അതിനുള്ള ഒരു കാത്തിരിപ്പിലാണ്. അക്ഷമരായിട്ടാണ് ഈ ആളുകളെല്ലാം നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഓരോരുത്തരും ഈ ഒരു വിശേഷ ദർശനത്തിന് വേണ്ടിയുള്ള ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം മതി ആ തിരുനട തുറക്കാൻ. ആ തിരുസ്വരൂപം, ആ പൊന്നിൻ സ്വരൂപം നമുക്ക് മുന്നിൽ, ആ തങ്ക ഗോളക ചാർത്തിയ അയ്യപ്പന്റെ രൂപം നമുക്ക് മുന്നിൽ ഇനി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാൻ വേണ്ടി ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ തിരുനട അത് ദീപാരാധനയ്ക്കായി അടച്ചിരിക്കുന്നു. ഈ തങ്കയങ്കി ചിത്രതിരുനാൾ രാജാവ് മഹാരാജാവ് അയ്യപ്പന് സമർപ്പിച്ച 450 പവൻ തൂക്കമുള്ള ആ സ്വർണ്ണ രൂപം അത് അല്പസമയം മുൻപ് തന്ത്രിയും മേൽശാന്തിയും കൂടി ഏറ്റുവാങ്ങി ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അത് ഇപ്പോൾ ക്ഷേത്രത്തിൽ ഈ വിഗ്രഹത്തിൽ, അയ്യപ്പന്റെ ആ തങ്ക വിഗ്രഹത്തിൽ അത് ചാർത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം നട തുറക്കുന്നതോടുകൂടിയാണ് ഈ തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള ആദ്യ ദർശനം. അതായത് ഓരോ വർഷവും പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ ഈ ദർശനം സാധ്യമാകൂ. മണ്ഡലപൂജയ്ക്ക് ചാർത്തുന്നതിന് വേണ്ടിയാണ് ഈ തങ്കയങ്കി ആറന്മുളയിൽ നിന്ന് ഇവിടേക്ക് സന്നിധാനത്തേക്ക് കൊണ്ടുവരുന്നത്. മണ്ഡലപൂജ നാളെയാണ്. ഇന്ന് അതിനു മുന്നോടിയായി സന്നിധാനത്തെത്തുന്ന തങ്കയങ്കിക്ക് ആചാരപരമായിട്ടുള്ള സ്വീകരണങ്ങളൊക്കെ നൽകിക്കഴിഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ അത് ഭഗവാന്റെ ശ്രീകോവിലേക്ക് എത്തിക്കുകയും ഭഗവാനെ ചാർത്തുകയും ഒക്കെ ചെയ്യുന്നത്. ഏതായാലും ഇതുവരെ ആളുകളെല്ലാം കാത്തിരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടി ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് ഓരോ അയ്യപ്പന്മാരും. ഞാനും നീയും ഒന്നാണ് എന്നുള്ള ഒരു തത്വം അത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ശരണമന്ത്ര മുഖരിതമായി ശരണം വിളിച്ചുകൊണ്ട് ഓരോ അയ്യപ്പന്മാരും ഇപ്പോൾ സന്നിധാനത്ത് ശ്രീകോവിലേക്ക് ഇപ്പോൾ കണ്ണും നട്ടിരിക്കുകയാണ്, കാതു കൂർപ്പിച്ചിരിക്കുകയാണ്. ആ അയ്യപ്പനെ അനുഭവിക്കാൻ ഓരോ ഇഞ്ചുകൊണ്ടും, ശരീരത്തിൻ്റെ ഓരോ ഇഞ്ചുകൊണ്ടും അയ്യപ്പനെ അറിയാൻ, അയ്യപ്പനെ അനുഭവിക്കാൻ അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ് ഇവിടെ ഓരോ അയ്യപ്പന്മാരുടെ മനസ്സും വെമ്പി നിൽക്കുകയാണ്. ഇനി നട തുറക്കുമ്പോൾ ഒന്നിച്ച് 1000 കണ്ഠങ്ങളിൽ നിന്ന് സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ആ ഒരു മന്ത്രം, ആ ഒരു ശരണം, ആ അയ്യപ്പനാണ് ശരണം എന്നുള്ള ആ ഒരു മന്ത്രം അത് ഒന്നിച്ച് ഉയരും. ഒരുമയുടെ ആ ഒരു ശബ്ദം, ഒരുമയുടെ ഒരു സന്ദേശം നൽകുന്ന ഒരു വ്രതശുദ്ധിയുടെ ആ ഒരു 41 ദിവസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടന കാലം, അത് ഓരോ അണുവിലും ആ അയ്യപ്പനെ അറിയുന്ന ആ ഒരു കാലം അത് പരിസമാപ്തിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ മണ്ഡലപൂജയോടുകൂടി മണ്ഡലക്കാലത്തിന് സമാപനം ആവും. ഏതായാലും അങ്ങനെ ഒരുമയോടെ ഒരേ മനസ്സോടെ ഏവരും കഴിഞ്ഞിരുന്ന, അല്ലെങ്കിൽ ആ ഒരു വ്രതശുദ്ധിയോടെ, ആ വ്രതം നിറഞ്ഞ ഒരു മനസ്സോടെ അയ്യപ്പനായി ഓരോ മനുഷ്യരെയും അയ്യപ്പനായി കണ്ടിരുന്ന, ഞാനും ഈശ്വരനും ഒന്നാണ് എന്ന തത്വം, തൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ എന്നുള്ള തത്വം അത് മനസ്സിൽ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നിന്നിരുന്ന ആ ഒരു മണ്ഡലക്കാലത്തിന് ഏറ്റവും ആ മണ്ഡലക്കാലത്ത് കാത്തിരുന്ന ഒരു ദർശനമാണ് ഇപ്പോൾ ആളുകൾ. അതിനുവേണ്ടിയാണ് ആളുകൾ ഓരോരുത്തരും അക്ഷമരായി ഇപ്പോൾ കാത്തിരിക്കുന്നത്. ആ പൊന്നിൻ തിരുനട ഒന്ന് തുറക്കാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ്, ആ ഒരു മണിനാദം ഒന്ന് കേൾക്കാൻ, ആ ഒരു ദീപപ്രഭയിൽ ഈ പൊന്നിൽ കുളിച്ചു നിൽക്കുന്ന ആ ഒരു തിരുസ്വരൂപം ഒന്ന് ഒരു നോക്ക് കാണാൻ ആളുകൾ അക്ഷമരായി കാത്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നു മകരവിളക്ക് കഴിഞ്ഞാൽ, മകരവിളക്ക് ദർശനം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ദർശനം എന്നുള്ളത് ഈ തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള അയ്യപ്പൻ്റെ ആ ഒരു ദർശനമാണ്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഓരോരുത്തരും ഇവിടെ കാത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ പല ഭാഗത്ത്, സന്നിധാനത്തിൻ്റെ പല ഭാഗത്ത് നിയന്ത്രണങ്ങളൊക്കെ മറന്നുകൊണ്ട് ആളുകൾ ഇവിടെ പലയിടത്തായി തമ്പടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പല ആളുകളും ഈ മണ്ഡലപൂജ ദിവസം തന്നെ തിരഞ്ഞെടുത്ത് സന്നിധാനത്തേക്ക് എത്തുന്നു. അവരുടെ എല്ലാം ലക്ഷ്യമെന്നുള്ളത് ഈ ഒരു സ്വരൂപം കാണുക എന്നുള്ളത് മാത്രമാണ്. അതിനുവേണ്ടിയുള്ള ആ ഒരു കാത്തിരിപ്പ്, അക്ഷമരായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് ഇപ്പോൾ സന്നിധാനത്തുള്ളത്. 1000 കണ്ഠങ്ങൾ ഒരുമിച്ച് സ്വാമിയെ ശരണമയ്യപ്പ വിളിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഇവിടെ കാത്തിരിക്കുന്നു. ഈ അയ്യപ്പന്റെ തിരുമുറ്റം നിറഞ്ഞ് കവിഞ്ഞ് ജനസാഗരം നിൽക്കുന്നു. താഴെ തിരുമുറ്റത്തും ആളുകൾ നിറഞ്ഞു നിൽക്കുന്നു. എല്ലാവരുടെയും കണ്ണുകളും കാതുകളും ഇപ്പോൾ ശ്രീകോവിലിന് മുന്നിലേക്കാണ്. ആ തിരുനട ഒന്ന് തുറന്നാൽ തങ്ങൾക്ക് അയ്യപ്പനെ കാണാം. ആ പൊന്നിൽ കുളിച്ചു നിൽക്കുന്ന, ആ പൊന്നിൽ ആ സ്വർണ്ണപ്രഭയിലുള്ള അയ്യപ്പനെ കാണാം. അതിനുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഇപ്പോൾ സന്നിധാനമുള്ളത്. ഏതായാലും
അല്പസമയത്തിനകം തന്നെ നട തുറക്കും. ദീപാരാധനയ്ക്ക് നടയടച്ചിട്ട് ഏകദേശം 10 മിനിറ്റോളം കഴിഞ്ഞിരുന്നു. ഓരോ മിനിറ്റും അധിക നേരമായി എന്തുകൊണ്ട് തുറക്കുന്നില്ല എന്നൊക്കെ ചിന്തിച്ചു ആളുകൾ ഇപ്പോഴും ഈ നടയിൽ അക്ഷമരായിട്ട് നിൽക്കുന്നത്. ഭഗവാനെ കാണുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ആളുകളെല്ലാം ഇവിടെ നോക്കി നിൽക്കുന്നു.